കെ മൗലവി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വായിക്കേണ്ട അനുഭവങ്ങളിലൊന്ന്, പണ്ഡിതന്മാരും മതവിദ്യാർത്ഥികളുമൊക്കെ പകർത്തേണ്ട സ്വഭാവങ്ങളിലൊന്ന്, ഒരു തെറ്റുപറ്റിയാൽ തിരുത്താനുള്ള അദ്ദേഹത്തിൻ്റെ മനസ്സായിരുന്നു. ഇന്ന് പല ആളുകൾക്കും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്വഭാവങ്ങളൊന്നാണ്. ഒരു തെറ്റുപറ്റിയാൽ തിരുത്തുക ഇന്നെന്തോ ഒരു കുറവാണ്. ഒരാൾ തിരുത്തില്ല. ഞാൻ ചില സമയത്ത് ആലോചിക്കുന്നു, സുബ്ഹാനല്ലാഹ്, ഒരു മതവിദ്യാർത്ഥി മതപഠനം തുടങ്ങിയതിന് ശേഷം അവൻ മരിക്കുന്നതിനിടയിൽ എത്ര തവണ അവൻ തെറ്റ് തിരുത്തുന്നുണ്ടാകും. പക്ഷേ നമ്മളിൽ പലരും എത്ര തവണ ഒരാൾ തെറ്റ് തിരുത്തിയത് കേൾക്കാറുണ്ട്. ഇപ്പം കേൾക്കണല്ലോ, പല ആളുകളും തെറ്റ് തിരുത്തി പറയില്ല. വർഷങ്ങളായി എൻ്റെ സംഘടനയുടെ സമീപനം ഇങ്ങനെയാണ്, എൻ്റെ കക്ഷിയുടെ സമീപനം ഇങ്ങനെയാണ്, എൻ്റെ സമീപനം ഇന്നതാണ്. തെറ്റുപറ്റിയാൽ തിരുത്തുന്നത് സഹോദര, അതൊരു ഫദീലത്താണ്. അർറുജൂഉ ഇലൽ ഹഖ് ഫദീല, സത്യത്തിലേക്ക് മടങ്ങുക എന്നത് ശ്രേഷ്ഠതയാണ്. നിനക്ക് സത്യമാണെന്ന് ബോധ്യപ്പെട്ട ഉടനെയിലേക്ക് തിരിച്ചു പോകണം. പിന്നെ നിന്റെ പഴയ അഭിപ്രായം പിടിച്ചിക്കരുത്. അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, അള്ളാഹു നാളെ എന്തിനോട് ചോദിക്കും, നീ അത് പേടിക്കേണ്ടുള്ളൂ. നാട്ടുകാരെന്ത് വിചാരിക്കും, നിന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഇന്ന് പലപ്പോഴും നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ആലോചിച്ച് നോക്കൂ, ഒരാളൊരു അഭിപ്രായം മാറ്റി എന്ന് വിചാരിക്കുക, എന്തായിരിക്കും ഇവിടുത്തെ പുകില്? അപ്പം നിങ്ങൾ പണ്ട് നോക്കിയിട്ടല്ലേ പറഞ്ഞത്? പിന്നെ പണ്ട് നിങ്ങൾ ദുർവ്യാഖ്യാനിച്ചതാണോ? പണ്ടത്തെ നിങ്ങൾക്ക് വിവരമില്ലേ? ഒരാൾക്ക് തെറ്റുപറ്റിയാൽ തിരുത്തിയാൽ അൽഹംദുലില്ലാഹ് ഖൈർ, തിരുത്തിയെങ്കിൽ ഖൈർ, അൽഹംദുലില്ലാഹ്, അങ്ങനെയല്ലേ പറയേണ്ടത്? അങ്ങനെയാണ് പറയേണ്ടത്. ഏതൊരാൾ ചില ആൾ തെറ്റി തിരുത്താൻ സമ്മതിക്കാത്തതിന് വേറെ കാരണം എന്താ? ആരെങ്കിലും ആൾ തെറ്റി തിരുത്തിന്ന് വിചാരിക്കാം. അപ്പോൾ തിരുത്തിയവൻ വന്ന് പറയും, കണ്ടില്ലേ ഞാൻ പറഞ്ഞിട്ടിപ്പോൾ എന്തായി, തിരുത്തിയില്ലേ നിങ്ങൾ എന്ന് പറഞ്ഞ് ഇവനെ നാട്ടുകാരുടെ മുന്നിൽ ഒന്നാകെ പരിഹസിക്കും. എന്തിനാ നിങ്ങൾ അങ്ങനെ പറയുന്നത്? അയാൾ തിരുത്തിക്കോട്ടെ, അൽഹംദുലില്ലാഹ് ഖൈർ, അയാൾ തിരുത്തിയാൽ അത്രയും ഖൈർ, അൽഹംദുലില്ലാഹ്. തെറ്റിൽ ഉറച്ചു നിൽക്കാൻ പലർക്കും കാരണമാകുന്നത് ഈ ഒരു സ്ഥിതി വിശേഷമാണ്. ജനങ്ങൾക്കിടയിൽ നിൽക്കുന്ന ചില ആളുകൾ, ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു കാര്യത്തിൽ അബദ്ധം പറ്റിയെന്ന് തോന്നിയ തിരുത്തേണ്ട സമയം വന്നാൽ ചില ആളുകൾ ചോദിച്ചപ്പോൾ അവർ പറയുന്ന കാര്യങ്ങളൊന്നും പറയണ്ട. പറഞ്ഞാൽ ജനങ്ങൾ മുതലെടുക്കും, പറഞ്ഞാൽ നിന്റെ വാക്കിന് വിലയില്ല എന്ന് ആളുകൾ ധരിക്കും, നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അഭിപ്രായം മാറ്റുന്ന ആളാണെന്ന് പറയും. ആര് പറയട്ടെ, പറയാതിരിക്കട്ടെ, അള്ളാഹുണ് നീ ഉത്തരം പറയേണ്ടുള്ളൂ. നീ നാട്ടുകാരോട് ഉത്തരം പറയേണ്ട കാര്യമില്ല. നാട്ടുകാർ എന്ത് പറഞ്ഞാലും ഇത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. നിനക്ക് സത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ തിരുത്തണം. ചില ആളുകൾ കിതാബ് വായിക്കുന്നതിന് അവൻ്റെ അഭിപ്രായത്തിന് ഇത് തെളിവുണ്ടോ നോക്കാനാണ്. അങ്ങനെ ആവരുത്. നമ്മൾ പറഞ്ഞതിന് ശേഷം തെളിവ് നോക്കലല്ല. ഉലമാക്കൾ പറഞ്ഞു, ഇസ്തദിൽ സുമ്മ അഅ്തഖിദ് വലാ തഅ്തഖിദ് സുമ്മ ഇസ്തദിൽ. നീ ആദ്യം തെളിവ് അന്വേഷിക്കുക, എന്നിട്ട് വിശ്വസിക്കുക, എന്നിട്ട് ഒരു മാർഗം സ്വീകരിക്കുക. അതല്ലാതെ ഒരു മാർഗം സ്വീകരിച്ചതിന് ശേഷം പിന്നെ അതിന് തെളിവ് തപ്പുകയല്ല വേണ്ടത്. ബിദ്അത്തുകാരുടെ സ്വഭാവമാണ്. അവനാനൊരു വഴി ഉണ്ടാക്കുക, എന്നിട്ട് പിന്നെ അതിന് ഫത്വ തപ്പുക, പിന്നെ അതിന് ഹദീസ് നോക്കുക, പിന്നെ അതിന് ഖുർആൻ തപ്പുക. ഇങ്ങനെ ചെയ്യരുത്. അള്ളാഹുവിനോട് ഉത്തരം പറയേണ്ടി വരും. ദീനിൻ്റെ കാര്യത്തിൽ തെറ്റുപറ്റോ തിരുത്തുക. എനിക്ക് തെറ്റുപറ്റിയ എത്ര രസമുണ്ട് കേൾക്കാൻ. എന്താ അതിലും മടി, എന്തിനാ അതിലും പ്രയാസമുള്ളത്? ഒരാളൊരു അഭിപ്രായം സ്വീകരിച്ചു, പിന്നെ അഭിപ്രായം മാറ്റി. നമ്മളെല്ലാ ദീനും ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ വായിച്ചിട്ടാണോ ദീന് പറയുന്നത്? അല്ലല്ലോ. ചിലപ്പോൾ ഇന്നലെ ദഈഫാണെന്ന് വിചാരിച്ചൊരു ഹദീസ് ഇന്ന് സഹീഹാണെന്ന് മനസ്സിലായേക്കാം. ചിലപ്പോൾ ഇന്നലെ ഒരു ഹദീസിന്റെ വ്യാഖ്യാനം ഈ രൂപത്തിലാണ് ശരിയെന്ന് നമ്മൾ ധരിച്ചിട്ടുണ്ടായിരിക്കാം. കുറച്ച് നമുക്ക് അങ്ങനെ മനസ്സിലായില്ല. ഞാൻ പറയുന്നത് ദീനിന്റെ അടിത്തറകളെ കുറിച്ചല്ല. ഫിഖ്ഹിയായ മസ്അലകളിൽ പൊതുവെ ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ സംഭവിക്കും, അതിലൊരു പ്രശ്നവുമില്ല. പല ആളുകളും ഇത്തരം പല വിഷയം, ഞാൻ ഒരു വിഷയം ഒന്നായിട്ട് എടുത്തു പറയുന്നില്ല, പിന്നെ അതിന്മേൽ ചർച്ച പോകാതിരിക്കുക. ഏത് വിഷയമാകട്ടെ, തെറ്റുപറ്റിയോ തിരുത്തുക, ആ മാർഗത്തിൽ നിന്ന് മാറുക, ശരിയാക്കുക. എനിക്ക് പറ്റിയത് അബദ്ധമാണെന്ന് പറയും. മൗലവി റഹിമഹുല്ലാഹ്, കെ മൗലവി റഹിമഹുല്ലാഹ് അതിന് ഏറ്റവും വലിയ ഉദാഹരണമായി. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരോട് വരെ അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട് എന്ന്. അദ്ദേഹത്തെക്കുറിച്ച് കുഞ്ഞോയി വൈദ്യർ അദ്ദേഹം പറയാണ്, ഖുർആനിലും ഹദീസിലും ഫിഖ്ഹിലുമൊക്കെ കെ മൗലവിക്ക് അഗാധ പാണ്ഡിത്യമുണ്ടായിരുന്നു. അദ്ദേഹത്തിനോട് ഏത് ആയത്തിൻ്റെ വിശദീകരണം ചോദിച്ചാൽ അദ്ദേഹം ഇന്ന അഭിപ്രായം സലഫുകൾക്കുണ്ട് എന്ന് പറഞ്ഞ് വിശദീകരിച്ചു തരുമായിരുന്നു, എവിടെ നിന്ന് ചോദിച്ചാലും. പക്ഷെ അതോടൊപ്പം
ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു അബദ്ധം പിണഞ്ഞു എന്ന് മനസ്സിലായാൽ, ഒരു ഹദീസ് പുതുതായി ലഭിച്ചാൽ അദ്ദേഹം ഉടനടി തിരുത്തുമായിരുന്നു. നമുക്കും അദ്ദേഹം കൈമാറേണ്ടത് ഈ മനഹജാണ്. അല്ലാതെ കാലങ്ങളായി നമ്മൾ പറഞ്ഞതല്ലേ ഇനി എങ്ങനെ മാറ്റുന്നുള്ള പാടില്ല, അങ്ങനെ പറയരുത്. സംഘടനകൾക്കോ വ്യക്തികൾക്കോ അത് യോജിച്ചതല്ല. തെറ്റുപറ്റിയോ തിരുത്തണം. അതിലൊരു മര്യാദകേടുമില്ല, അതൊരു മോശത്തരവുമില്ല. അതുകൊണ്ടാണ് ഇമാം ഷാഫിഇയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ല, അദ്ദേഹത്തിന് എന്തുണ്ട്? ഖൗലുൻ ഖദീമുൻ ഖൗലുൻ ജദീദുൻ. അദ്ദേഹത്തിന് പഴയ അഭിപ്രായം, പുതിയ അഭിപ്രായം എന്ന് രണ്ട് അഭിപ്രായങ്ങളുണ്ട്. എങ്ങനെ ഈ രണ്ട് അഭിപ്രായം വന്നത്? അദ്ദേഹം മിസ്റിലേക്ക് പോയപ്പോൾ പുതിയ ചില ഹദീസുകൾ കേട്ടു. അദ്ദേഹം അനുസരിച്ച് അഭിപ്രായം മാറ്റി. നിങ്ങൾ ഇമാം ഷാഫി അല്ലേ, എങ്ങനെ നിങ്ങളെ അഭിപ്രായം മാറ്റി എന്ന് പറഞ്ഞു ആരെങ്കിലും? ഇല്ല. അദ്ദേഹത്തിന്റെ സ്ഥാനം ഉയർത്താനാണ് ഇത് കാരണമായത്. ഇമാം അഹ്മദിനോട് അദ്ദേഹം കത്തെഴുതിയിരുന്നു എന്നാണ്. ഇമാം അഹ്മദ് ഷാഫിഇയുടെ ശിഷ്യനാണ്. തൻ്റെ ശിഷ്യന് ഇമാം അവർകൾ കത്തെഴുതാൻ, ഇമാം അഹ്മദ് നിങ്ങൾക്ക് വല്ല ഹദീസുകളും സ്വഹീഹായി ലഭിച്ചാൽ നിങ്ങൾ എന്നെ അത് അറിയിക്കണം, എനിക്ക് ആ ഹദീസിലേക്ക് എൻ്റെ അഭിപ്രായം മാറ്റാനാണ്. നമുക്ക് അവരുടെ സത്യസന്ധതയായിരുന്നത്. അതുകൊണ്ടാണ് അവർ ഇമാമുമാരായത്. ഒരു ദീനിനോട് പുലർത്തിയ സത്യസന്ധതയാണ്. എത്ര ഏത് ഉലമാക്കളാണ്, ഏതു പണ്ഡിതനാണ് അഭിപ്രായം തിരുത്താത്തതായിട്ടുള്ളത്. പക്ഷേ ഇന്ന് സഹോദരങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ ചെയ്താൽ തന്നെയും പലരും അദ്ദേഹത്തെ ആക്ഷേപിക്കാനുള്ള ഒന്നാമത്തെ കാര്യമായി പറയുന്ന ഒരു ഉറപ്പില്ല എന്നറിയും. പക്ഷെ യഥാർത്ഥത്തിൽ ആ മനുഷ്യന്റെ സത്യസന്ധതക്കുള്ള തെളിവുകളിൽ ഒന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. തോന്നുമ്പോൾ ഇങ്ങനെ അഭിപ്രായം അങ്ങനെ ആക്കാനല്ല. ദീനിൽ സഹീഹാണെന്ന് ബോധ്യപ്പെട്ട ഒരു അഭിപ്രായം, പിന്നെ ഞാൻ മുന്നേ അബദ്ധം പറഞ്ഞു എന്നതിന്റെ പേരിൽ പിടിച്ചു നിൽക്കരുത്, തിരുത്തണം. കെ മൗലവിയുടെ ജീവിതത്തിൽ രണ്ട് സംഭവങ്ങൾ ഞാൻ പറയാം. ജമാലുദ്ദീൻ മൗലവി അദ്ദേഹം പറയാണ്, ഒരിക്കൽ മഗ്രിബ് നിസ്കാരത്തിന് ശേഷം തിരുരങ്ങാടിയിലുള്ള നൂറുൽ ഇസ്ലാം മദ്രസയിൽ മൗലവിയും ഞാനും തമ്മിലൊരു വിഷയത്തിൽ തർക്കമായി, അഭിപ്രായ വ്യത്യാസത്തിലായി. ഞങ്ങൾ രണ്ടുപേർക്കും ഇടയിൽ ശക്തമായ അഭിപ്രായ വ്യത്യാസം വന്നു. അങ്ങനെ മൗലവിയുടെ അഭിപ്രായം ശരിവെച്ചു കൊടുക്കാൻ എൻ്റെ മനസ്സ് അനുവദിച്ചില്ല. അങ്ങനെ സംസാരം കുറച്ച് തുടർന്നപ്പോൾ കെ മൗലവി റഹിമഹുല്ലാഹ് അദ്ദേഹം ദേഷ്യം പിടിച്ചു. അദ്ദേഹത്തിൻ്റെ മുഖത്ത് ദേഷ്യം പ്രകടമായി. എന്നിട്ട് അദ്ദേഹം തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു വടിയെടുത്തിട്ട് പറഞ്ഞു, ഞാൻ ഇതുകൊണ്ട് അടി തരുമെന്ന് പറഞ്ഞു. എൻ്റെ സഹോദരൻ സാന്ദർഭികം ഞാൻ പറയണം, ദീനിയായ വിഷയങ്ങൾ സംസാരിക്കും, പ്രത്യേകിച്ച് ദീൻ പഠിച്ച ആളുകൾ, അവർക്കൊരു കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം അവർ സംസാരിക്കുമ്പോൾ അവരുടെ ശബ്ദം മാറുന്നത്, അവരുടെ ശബ്ദത്തിലോ അതല്ലെങ്കിൽ പ്രതികരണത്തിലോ കുറച്ച് കടുപ്പം വരുന്നത് സ്വാഭാവികമാണ്. എത്രയോ ഉലമാക്കളുടെ ചരിത്രത്തിൽ അത് കാണാം. എത്ര ഉലമാക്കൾ, പല ഉലമാക്കളുടെ ചരിത്രത്തിൽ കാണാം. അവർ ശരിയാണെന്ന് മനസ്സിലാക്കുന്ന അഭിപ്രായം അത് ഒരാൾ ദേഷ്യം പിടിച്ചിട്ടോ സ്വഭാവം മോശമായതുകൊണ്ടോ അല്ല. അവനവൻ വിശ്വസിക്കുന്ന മാർഗം ശരിയാണെന്ന വിശ്വാസത്തിലാണ് ഏതൊരു കാര്യത്തിലാണ് നിലകൊള്ളുന്നത്. അതിനുവേണ്ടി ആവർത്തിച്ച് ശക്തമായി ആത്മാർത്ഥമായി സംസാരിക്കുമ്പോൾ ഒരാളുടെ മുഖത്ത് ചിലപ്പോൾ വ്യത്യാസം വരും. തുടങ്ങിയത് മുതൽ അവസാനം വരെ ഒരാൾക്ക് അങ്ങനത്തെ നിൽക്കാൻ പറ്റില്ല. പക്ഷെ അത് മനസ്സിൽ വെച്ച് കൊണ്ടുനടന്നാലോ അത് മോശം സ്വഭാവം. അതിങ്ങനെ മനസ്സിൽ കൊണ്ട് എന്നോടൊന്ന് അത് ശരിയല്ല. ദീനിലെ വിഷയങ്ങൾ ചിലപ്പോൾ കർക്കശമായി പറയേണ്ട കാര്യങ്ങൾ കർക്കശമായി പറയണം, പറഞ്ഞിട്ടില്ലേ ആൾക്കാർക്ക് മനസ്സിലാവില്ല. ചിലത് സൗമ്യമായി പറയേണ്ട ആൾക്കാരുണ്ടാവും, അപ്പോൾ അവരോട് അങ്ങനെ പറയണം. അത് എല്ലാവരുടെയും ചരിത്രത്തിലുള്ളതാണ്. അതൊരാളുടെ മോശത്തരമല്ല, ഒരാളെ മോശമായി കാണേണ്ട കാര്യമല്ല അത്. കെ മൗലവി റഹിമഹുല്ലാഹ് അദ്ദേഹം എൻ്റെ വടിയെടുത്ത് നല്ല അടി തരുന്നവർ. അപ്പോൾ ബാങ്ക് കൊടുത്തു, അവർ സംസാരം നിർത്തി. അദ്ദേഹം പറയാണ്, ഇ കെ മൗലവി ഇതിനിടയിൽ ഇടപെട്ടിട്ട് കെ മൗലവിക്ക് വിരുദ്ധമായ അഭിപ്രായം ഇ കെ മൗലവിയും പറഞ്ഞു. രണ്ടുപേരും മൗലവിക്കെതിരെ സംസാരിച്ചു. അങ്ങനെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അടുത്ത ദിവസം രാവിലെ സുബഹിന് ശേഷം മൗലവിയുണ്ട് ജമാലുദ്ദീൻ മൗലവിയുടെ അരികിലേക്ക് തിരിച്ചു വരുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്നലെ നിങ്ങൾ പറഞ്ഞതാണ് ഹക്ക്,
നിങ്ങൾ പറഞ്ഞാൽ ശരി. എൻ്റെ കൽബിൽ പിന്നീട് എനിക്കത് ഓർമ്മ വന്നു, നിങ്ങൾ പറഞ്ഞതാണ് ശരി. ഒരു അവനവൻ്റെ ശിഷ്യനോടാണ് ഈ പറയുന്നത്, ഇതിന് താഴെയുള്ള ആളോടാണ് ഈ പറയുന്നത്. നിങ്ങൾ പറഞ്ഞത് ശരി. നമ്മൾ പലരും ചിലപ്പോൾ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, ദിവസങ്ങൾ ചിലപ്പോൾ നമ്മുടെ വാദത്തിന് തെളിവായി ഏതെങ്കിലും ഒരു പണ്ഡിതൻ്റെ ഫത്വ കിട്ടുമോ എന്ന് തപ്പി നടക്കും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എത്ര ആളുകൾ അങ്ങനെ ഉണ്ട്. എന്തെങ്കിലും ഒരു കാര്യം പറയും, പറഞ്ഞതിന് ശേഷം പിന്നെ നാടൊന്നാകെ ഫത്വ തപ്പി നടക്കും അതിനൊപ്പിച്ച് എന്തെങ്കിലും പറയാൻ വേണ്ടി. അങ്ങനെ ആവരുത്. ദീൻ നമ്മൾ പറയുന്നത് നമുക്ക് വേണ്ടിയല്ല, അള്ളാഹുവിന് വേണ്ടി ആയിരിക്കണം. എന്നിട്ട് മൗലവി അദ്ദേഹത്തോട് ജമാലുദ്ദീൻ മൗലവി അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇവിടുന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് തന്നെയാണ് ഞാനും സമ്മതിക്കാതിരുന്നത്. ഞാൻ വിട്ടുതരാതിരുന്നത് നിങ്ങൾക്ക് മനസ്സിലായതിൽ തെറ്റുണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ്. അപ്പോൾ കെ മൗലവി പറഞ്ഞു, ഞാൻ നിങ്ങളോട് തല്ലുമെന്ന് പറഞ്ഞത് എൻ്റെ പക്കൽ വന്ന ഖതഅാണ്, തെറ്റാണ്. അത് എനിക്ക് നിങ്ങൾ പൊരുത്തപ്പെട്ടു തരണം. നമുക്കൊരു വലിയ പണ്ഡിതൻ്റെ സ്വഭാവം നോക്കുക. നിങ്ങൾ ആരെ ക്ഷമ ചോദിക്കുക? ഇത്ര തന്നെ പറഞ്ഞാൽ വലിയ കാര്യം അല്ലേ? തെറ്റുപറ്റിയെന്ന് പറഞ്ഞാൽ തന്നെ മൗലവി ചെയ്ത വലിയൊരു ഖൈറായി. അതന്നെ ആരും പറയില്ല. പിന്നെയാണോ വേറെ ആൾ പോയി ക്ഷമ ചോദിക്കുന്നത്? അപ്പോൾ ജമാലുദ്ദീൻ മൗലവി അദ്ദേഹം പറഞ്ഞു, അതിന് നിങ്ങൾ എന്നെ തല്ലിയിട്ടില്ലല്ലോ, തല്ലിയാൽ തന്നെയും എന്നോട് പൊരുത്തപ്പെടിക്കേണ്ടതില്ല. ഇനി എപ്പോഴെങ്കിലും തല്ലേണ്ടി വന്നാൽ എന്നെ തല്ലിയാൽ എനിക്കതിൽ സങ്കടമില്ല. പക്ഷേ എനിക്ക് സങ്കടമുള്ള ഒരു കാര്യം നിങ്ങൾ വേറെ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ പൊരുത്തപ്പെടില്ല. അപ്പോൾ കെ എം മൗലവി അദ്ദേഹം ചോദിച്ചു, അതെന്താണ്, എന്താ ഞാൻ തെറ്റായി ചെയ്തത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ജമാലുദ്ദീൻ മൗലവി പറഞ്ഞു, എന്നോട് പൊരുത്തപ്പെടണമെന്ന് പറഞ്ഞ് ഞാൻ ഒരിക്കലും പൊരുത്തപ്പെടില്ല എന്ന് പറഞ്ഞു. കെ എം മൗലവി റഹിമഹുല്ലാഹ് അദ്ദേഹം കൈയിനടിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെ തമാശ എന്ന് പറഞ്ഞ് അദ്ദേഹം തിരിച്ചു പോയെന്നാണ്. സുബ്ഹാനല്ലാഹ്. നോക്കൂ, അദ്ദേഹം അതിൻ്റെ ജമാലുദ്ദീൻ മൗലവി അദ്ദേഹത്തിൻ്റെ ആ കഥ പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയാണ്, കെ എം മൗലവി ഞങ്ങളെ തല്ലുകയല്ല, ചവിട്ടിയാൽ തന്നെ അത് സസന്തോഷം സ്വാഗതം ചെയ്യാൻ, അതിൽ യാതൊരു പരിഭവവും ഇല്ലാതിരിക്കാൻ ഞങ്ങളെല്ലാം തയ്യാറാണ്. എന്നിട്ടും അത് പൊരുത്തപ്പെടണമെന്ന് പറയാൻ വന്നിരിക്കുകയാണ് ആ വൃദ്ധനായ മനുഷ്യൻ. വല്ലാത്തൊരു വിനയം തന്നെ. നമുക്ക് നിങ്ങൾ പണ്ഡിതന്മാരുടെ സ്വഭാവം നോക്കും. ഒരു തെറ്റ് പറ്റിയാൽ അതിന് ക്ഷമ ചോദിക്കാൻ മടിയില്ല. സുബ്ഹാനല്ലാഹ്. അങ്ങനെ വളരെ കുറഞ്ഞ ആളുകളെ നമുക്ക് കാണാൻ കഴിയാറുള്ളൂ. ഒരു തെറ്റ് പറ്റിയാൽ വന്ന് അത് തൻ്റെ വിദ്യാർത്ഥിയോടാണെങ്കിലും എന്നോട് പൊറുക്കണം, പൊരുത്തപ്പെടണം എന്ന് പറയാൻ തയ്യാറുള്ള വളരെ കുറഞ്ഞ, വളരെ വിരലുണ്ടാവുന്ന ആളുകളെ നമുക്ക് പലപ്പോഴും കാണാൻ സാധിച്ചിട്ടുണ്ട്.